ഹായ്. ഇച്ചു ജനിച്ചിട്ട് ഇതുവരെ അവനെയും കൊണ്ട് ഞങ്ങളൊരു തിയേറ്ററിൽ പോയിട്ടില്ല, ഒരു മൂവിക്ക് നമ്മൾ കയറിയിട്ടില്ല. എനിക്ക് അവനെയും കൊണ്ട് മൂവിക്ക് പോയി നോക്കണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇതുവരെ അശ്വിൻ്റെ കയ്യിൽ നിന്ന് അതിനുള്ള പെർമിഷൻ കിട്ടിയിട്ടില്ല. കാരണം ഹീ ഈസ് ഓവർ കൺസേൺഡ് അബൌട്ട് ബാക്കിയുള്ള ആൾക്കാർ, അവിടെ ഇരിക്കുന്നവർ. ഇവരെയും കൊണ്ട് പോയിട്ട് കുഞ്ഞങ്ങളും കരയുകയാണെങ്കിൽ ബാക്കിയുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആവത്തില്ലേ. സോ അതുകൊണ്ട് തന്നെ അവനെയും കൊണ്ട് നമ്മൾ കയറിയിട്ടില്ല. പക്ഷേ ഇപ്പം ഈ തുടക്കം മൂവി വന്നപ്പം എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ആ മൂവിക്കൊന്ന് പോകണമെന്ന്. പക്ഷേ ആസ് യൂഷ്വൽ അശ്വിൻ അതിന് എഗ്രി ചെയ്തില്ല. അവസാനം നമ്മളൊരു ഡീലിലെത്തി. ഞാനും ഹിമയും കൂടെ ഒരു ദിവസം മൂവിക്ക് കയറുക, അതായത് തുടക്കത്തിന് കയറുക. അന്ന് അശ്വിനും വിഷ്ണുവും കൂടെ കുഞ്ഞിനെ നോക്കും. വെരി നെക്സ്റ്റ് ഡേ അശ്വിനും വിഷ്ണുവും സ്പൈഡർമാന് കയറും, അപ്പം ഞങ്ങൾ കുഞ്ഞിനെ നോക്കും. സോ ആ ഒരു ഡീലിലായിരുന്നു നമ്മൾ സാറ്റർഡേ ആൻഡ് സൺഡേ 2 മൂവിക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കയറിയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ മൂവിക്ക് കയറിയപ്പം അവരെന്തൊക്കെയാണ് കുഞ്ഞൂസിനെ വെച്ചിട്ട് കാണിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞോടാ. എന്തായാലും അവർ മൂവിക്ക് കയറിയ ദിവസം നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. അവൻ്റെ കൂട്ടത്തിൽ ഐസ്ക്രീമൊക്കെ ആദ്യം കഴിച്ചു. പിന്നെ ഇപ്പോൾ ഹൈലൈറ്റിലുള്ളൊരു സംഭവമാണ് ഫ്യൂറി റോഡ് എന്ന് പറഞ്ഞിട്ട് ഈ റിമോട്ട് കൺട്രോൾ കാർ വെച്ചിട്ടുള്ളൊരു പരിപാടി. അത് ഇവന് ഭയങ്കര ക്രേസാണ്. നമ്മൾ 2-3 തവണ അവിടെ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും അവിടെ കയറി കുറച്ച് നേരം അവിടെ പോയി. അവിടെ 10 മിനിറ്റ്സിന് 200 റുപ്പീസാണ്. അത് കുറച്ച് കൂടുതലാണ്, പക്ഷെ എന്നാലും കുഴപ്പമില്ല. അങ്ങനെ കുറച്ച് നേരം നിന്നു. പിന്നെ അല്ലറ ചില്ലറ ഷോപ്പിംഗ് അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അശ്വിനും വിഷ്ണു മൂവിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചു. ബാക്കി എല്ലാവരും ഗീ റൈസും ചിക്കൻ കറിയും പറഞ്ഞപ്പോൾ ഞാൻ എന്തിനോ വേണ്ടി അമേരിക്കൻ ചോപ്സൊക്കെ പറഞ്ഞു. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. സംഭവം സോസിൻ്റെ കുറച്ചൊരു കളിയാണെങ്കിലും കൊള്ളാം. അതിനുശേഷം വീണ്ടും നമ്മൾ ഫ്യൂറി റോഡിൽ വന്ന് കയറി. കാരണം ഈ കുഞ്ഞൂസിന് അത് ഭയങ്കര ക്രേസാണ്, പിന്നെ അശ്വിനും ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ വീണ്ടും അവിടെ കയറി. അതിനുശേഷം അവിടുത്തെ ഹാംലീസിൻ്റെ അകത്തൊരു മിറർ മേസ് ഉണ്ട്, അതിൽ കയറി. അത് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. നല്ല രസമായിരുന്നു നമ്മളെല്ലാവരും കൂടെ കയറിയിട്ട്. അതും എനിക്ക് തോന്നുന്നു ഒരാൾക്ക് 100 റുപ്പീസ് സംതിങ് ആണ്. കയറി കഴിഞ്ഞാൽ ഇറങ്ങുന്നിടം വരെ, അങ്ങനെ ടൈം ലിമിറ്റ് ഒന്നുമില്ല. പക്ഷേ അവിടെ ഭയങ്കര രസമായിരുന്നു. ഇതിൽ ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുന്നത്. പക്ഷേ നമ്മുടെ ബാക്കായിരുന്നു കാണുന്നത്. അതേപോലെ അവൻ കയറി പോകുന്ന നോക്കി പിന്നെയും കുറേ മിറേഴ്സിലായത് തന്നെ കാണായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. കുഞ്ഞു സംഭവങ്ങളാണെങ്കിലും ഇതൊക്കെ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് ഹൈലൈറ്റ് മോളിൽ നിന്ന് ഇറങ്ങാൻ നേരത്തെ ചെക്കനെ പൊക്കി അവൻ ഫാനിൻ്റെ അടുത്തോട്ട് കാണിച്ച അശ്വൻ അതിൻ്റെ ത്രില്ലിലായിരുന്നു. അവൻ കാറ്റടിക്കുമ്പോഴത്തേക്കുള്ള രസം. അങ്ങനെ ഒരു വെൽ സ്പെൻഡ് ഡേ ആയിരുന്നു ഇന്നത്തേത്. പിന്നെ ഇതെല്ലാം നടക്കുന്നത് ഹിമയും വിഷ്ണു ഉള്ളതുകൊണ്ട് മാത്രമാണ്. എന്തായാലും അവിടുന്ന് ഇറങ്ങി നേരെ അവരെ കൊണ്ടുവന്ന് അവരുടെ ഫ്ലാറ്റിലാക്കിയിട്ട് നമ്മൾ തിരിച്ച്